രാജ്യത്തെ സഹകരണ മേഖലയിൽ ചരിത്രം കുറിച്ച് ദേശീയ സഹകരണ നയം 2025. ആദ്യമായാണ് ദേശീയ തലത്തിൽ ഇത്തരമൊരു സമഗ്ര സഹകരണ നയം പ്രഖ്യാപിക്കുന്നത്. കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ പുതിയ നയം 2034ഓടെ GDPയിലേക്ക് സഹകരണ മേഖലയിലെ സംഭാവന 3 ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നു. ഓരോ താലൂക്കിലും 5 മാതൃകാ സഹകരണ ഗ്രാമങ്ങൾ വികസിപ്പിക്കുക എന്നതും ദേശീയ സഹകരണ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് പുതിയ സഹകരണ നയം. കഴിഞ്ഞ 11 വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സഹകരണ യാത്രയ്ക്ക് പുതിയ പ്രചോദനം ലഭിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പുതിയ മന്ത്രാലയം രൂപീകരിച്ചതിനു പുറമെ ആദ്യമായാണ് ദേശീയ തലത്തിൽ ഇത്തരമൊരു സമഗ്ര സഹകരണ നയം പ്രഖ്യാപിക്കുന്നത്. ഗ്രാമങ്ങൾ, കൃഷി, ഗ്രാമീണ സ്ത്രീകൾ, ദളിതർ, ഗോത്രവർഗക്കാർ എന്നിവരാണ് സഹകരണ നയത്തിന്റെ കാതൽ. സഹകരണത്തിന് ഭാവിയില്ല എന്ന ചിന്തയിൽ നിന്നും ഭാവി സഹകരണത്തിന്റേത് മാത്രമാണെന്ന പ്രതീക്ഷ പകരുന്നതാണ് ദേശീയ സഹകരണ നയമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. എല്ലാവരുടെയും വികസനം, സന്തുലിത വളർച്ച, എല്ലാവരുടെയും സംഭാവനകളിലൂടെ ദേശീയ പുരോഗതി എന്നിവ ഉറപ്പാക്കുന്ന ഒരു മാതൃക സൃഷ്ടിക്കുക എന്നതാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. नए उभरते हुए क्षेत्रों में कोऑपरेटिव की एंट्री मतलब सफल कोऑपरेटिव इकाइयां इकट्ठा होकर एक कोऑपरेटिव बनाएगी जो नए क्षेत्र में कोऑपरेटिव की शुरुआत करेगी. उसका जो मुनाफा होगा वो इकाइयों के माध्यम से अंततोगत्वा पैक्स के मेंबर तक पहुंचेगा. इस प्रकार की एक बड़ी इकोसिस्टम तैयार करना और भविष्य की पीढ़ी के लिए भी कोऑपरेटिव एक बहुत अच्छा जरिया है देश के विकास का, ऐसी श्रद्धा खड़ी करना. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കാനുള്ള ശേഷി സഹകരണ മേഖലയ്ക്ക് മാത്രമാണുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവിന്റെ നേതൃത്വത്തിൽ 40 അംഗ സമിതിയാണ് സഹകരണ നയത്തിന് അന്തിമ രൂപം നൽകിയത്. 2002 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ആദ്യമായി ഒരു സഹകരണ നയം അവതരിപ്പിച്ചത്. രാജ്യവികസനത്തിൽ സഹകരണ മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ 2020 സഹകരണ മന്ത്രാലയത്തിന് രൂപം നൽകിയത്. ഇന്ന് രാജ്യത്തെ ഏറ്റവും ചെറിയ സഹകരണ സംഘത്തിലെ അംഗങ്ങളിൽ പോലും കാണുന്ന അഭിമാനവും ആത്മവിശ്വാസവുമാണ് സഹകരണ മന്ത്രാലയത്തിന്റെ സുപ്രധാന നേട്ടം. സഹകരണ നയം രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഗ്രാമങ്ങൾ, കാർഷിക മേഖല, ഗ്രാമീണ വനിതകൾ, ദളിതർ, ആദിവാസികൾ എന്നിവരുടെ വികസനത്തിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വൈദഗ്ധ്യപൂർണവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും സാമ്പത്തികമായി സ്വയം പര്യാപ്തവുമായ ചെറുകിട സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നയത്തിന്റെ പ്രധാന ദൗത്യം. ഓരോ ഗ്രാമത്തിലും കുറഞ്ഞത് ഒരു സഹകരണ സംഘമെങ്കിലും പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ് നയത്തിന്റെ മുൻഗണനയിലൊന്ന്. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നയം 6 സ്തംഭങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അടിത്തറ ശാക്തീകരിക്കുക, ആകർഷകത്വം വളർത്തുക, സഹകരണ സംഘങ്ങളെ ഭാവി സജ്ജമാക്കുക, സർവോന്മുഖത വർദ്ധിപ്പിച്ച് വിപുലീകരണം സാധ്യമാക്കുക, പുതിയ മേഖലകളിലേക്ക് വികസിക്കുക, സഹകരണത്തിലൂടെയുള്ള വികസനത്തിനായി യുവതലമുറയെ സജ്ജമാക്കുക എന്നിവയാണ് 6 സ്തംഭങ്ങൾ. വിനോദസഞ്ചാരം, ടാക്സി സേവനങ്ങൾ, ഇൻഷുറൻസ്, ഹരിതോർജ്ജം തുടങ്ങിയ മേഖലകൾക്കായി സഹകരണ മന്ത്രാലയം വിശദമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളർന്നുവരുന്ന മേഖലകളിൽ സഹകരണ സംഘങ്ങളുടെ പങ്കാളിത്തം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് വിജയകരമായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഒന്നിച്ച് പുതിയ സഹകരണ സംരംഭങ്ങൾ രൂപീകരിക്കുകയും പുതിയ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത്തരം സംഘങ്ങളുടെ ലാഭം ആത്യന്തികമായി ഗ്രാമീണ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെ അംഗങ്ങളിലേക്ക് എത്തിച്ചേരും. ഇത് വിപുലവും ദൃഢവുമായ ഒരു സഹകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് സഹായകമാവും. 2034 ആകുമ്പോഴേക്കും രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ സഹകരണ മേഖലയുടെ സംഭാവന 3 ഇരട്ടിയാക്കാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി സഹകരണ മേഖലയിൽ അംഗങ്ങളില്ലാത്തവരോ നിഷ്ക്രിയരോ ആയ 50 കോടി പൌരന്മാരെ മേഖലയിലെ സജീവ പങ്കാളികളാക്കാനാണ് സർക്കാർ പദ്ധതി. സഹകരണ സംഘങ്ങളുടെ എണ്ണം 30% വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുണ്ട്. നിലവിൽ 8.3 ലക്ഷം സംഘങ്ങളുണ്ട്. ഇതിൽ 30% വർദ്ധിപ്പിക്കും. സംസ്ഥാന സഹകരണ ബാങ്കുകൾ മുഖേന ഓരോ താലൂക്കിലും 5 മാതൃകാ സഹകരണ ഗ്രാമങ്ങൾ സ്ഥാപിക്കും. വനിതകളുടെ പങ്കാളിത്തം ഈ സംരംഭങ്ങളിൽ ഉറപ്പാക്കും.
2 സമർപ്പിത സമിതികൾ മുഖേന ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രാമങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഗണ്യമായ പരിവർത്തനം സാധ്യമാക്കുന്നതിനും അടുത്ത 2 ദശകത്തിനുള്ളിൽ ഏറ്റവും ചെറിയ സഹകരണ സംഘങ്ങളിൽ പോലും സാങ്കേതികവിദ്യയുടെ ഉപയോഗം ഉറപ്പാക്കുന്നതും ലക്ഷ്യമിട്ടുള്ള പ്രധാന ഘടകങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നടപടിക്രമങ്ങളുടെ കമ്പ്യൂട്ടർവത്കരണമാണ് ഇതിൽ പ്രധാനം. കൂടുതൽ സുതാര്യതയ്ക്കും കാര്യക്ഷമതയ്ക്കും മാറ്റങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാനും ഇത് വഴിയൊരുക്കും. ഓരോ 10 വർഷം കൂടുമ്പോഴും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്തുന്നതിനുള്ള സംവിധാനവും നയത്തിൽ വരുത്തിയിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്തെ ദരിദ്ര ജനവിഭാഗങ്ങളെയും ഗ്രാമീണ കാർഷിക ആവാസ വ്യവസ്ഥയെയും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാക്കുക എന്നതാണ് പുതിയ സഹകരണ നയത്തിന്റെ മറ്റൊരു ലക്ഷ്യം. സന്തുലിത സഹകരണ വികസനത്തിനുള്ള രൂപരേഖ സംസ്ഥാനങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നയത്തിന്റെ ലക്ഷ്യത്തിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിലെ വളർച്ച മാത്രമല്ല, തൊഴിൽ സൃഷ്ടിയും ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തുന്നതും ഉൾപ്പെടുന്നു. ഒരു അംഗകേന്ദ്രീകൃത മാതൃകയാണ് നയത്തിന്റെ അടിത്തറ. അംഗങ്ങളുടെ ക്ഷേമമാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ വനിതകൾ, യുവാക്കൾ, ദളിതർ, ആദിവാസികൾ തുടങ്ങിയവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും നയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഷെഡ്യൂൾഡ് സഹകരണ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾക്ക് തുല്യമായി പരിഗണിക്കും. ആഗോളതലത്തിലും അന്താരാഷ്ട്ര വിപണികളിലേക്കുമുള്ള പ്രവേശനം ഉറപ്പാക്കാൻ നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ് സ്ഥാപിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാധിഷ്ഠിത സുതാര്യ മാനേജ്മെന്റ് എന്ന ആശയം അടിസ്ഥാനമാക്കി പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഒരു ഭരണമാതൃക വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുവഴി വരും ദിവസങ്ങളിൽ എല്ലാത്തരം സഹകരണ സ്ഥാപനങ്ങൾക്കും സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ മാനേജ്മെന്റ് സംവിധാനങ്ങൾ സ്വീകരിക്കാനാകും. മികച്ച വിദ്യാഭ്യാസം നേടിയ ശേഷം യുവാക്കൾ സഹകരണ സ്ഥാപനങ്ങളെ ഒരു തൊഴിൽ മേഖലയായി തിരഞ്ഞെടുക്കുന്ന അന്തരീക്ഷം രാജ്യത്തെ സഹകരണ രംഗത്ത് കെട്ടിപ്പടുക്കുക എന്നതാണ് നയത്തിന്റെ മറ്റൊരു ലക്ഷ്യം. സഹകരണ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും അടുത്ത 25 വർഷത്തിനുള്ളിൽ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കാനും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്ന മറ്റെല്ലാ മേഖലകൾക്കും തുല്യമായ നിലയിൽ അതിനെ സ്ഥാപിക്കാനുമാണ് പുതിയ സഹകരണ നയം വിഭാവനം ചെയ്യുന്നത്. സർക്കാർ പദ്ധതികൾ നടപ്പാക്കാനുള്ള പദ്ധതി നിർവഹണ ഏജൻസികളായി പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ മാറ്റുന്നതിനൊപ്പം സർവീസ് സഹകരണ ബാങ്കുകളെ വിവിധോദ്ദേശ സഹകരണ സംഘങ്ങളാക്കാനും നയം ലക്ഷ്യമിടുന്നു. സഹകരണ ബാങ്കുകൾക്കൊപ്പം പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം, പൊതുസേവന കേന്ദ്രം, LPG വിതരണം, ഗ്രാമീണ പൈപ്പ് ജലവിതരണ പദ്ധതി എന്നിവ തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള വിപുലീകരണം ലക്ഷ്യമിടുന്നു. സുതാര്യത, സാമ്പത്തിക സ്ഥിരത, സ്ഥാപനപരമായ വിശ്വാസ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഓരോ സംഘത്തെയും ശാക്തീകരിക്കുന്നതിനായി ക്ലസ്റ്റർ നിരീക്ഷണ സംവിധാനങ്ങൾ വികസിപ്പിക്കും. സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും ശാക്തീകരണം, സമഗ്രവും സർവ്വവ്യാപിയുമായ വികസനം എന്നീ ലക്ഷ്യങ്ങളോടെയും ദീർഘവീക്ഷണത്തോടെയുമാണ് കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയം സ്ഥാപിച്ചത്. പുതിയ നയം സഹകരണ മേഖലയെ അടുത്ത 25 വർഷത്തേക്ക് കാലിക പ്രസക്തവും ഭാവി സജ്ജവും ഗുണപ്രദവുമായി നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ.